ഓതേഴ്സ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ സാബു ഹുസൈൻ സാഹിബ്, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അസ്സലാമു അലൈക്കും. ഒരു പുസ്തകം വായിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ആശയമാണ് തോന്നുക. ഞാനും ഈ പുസ്തകം വായിച്ചു. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എഴുതി വെച്ചു. അപരിചിതത്തെ പരിചിതമാക്കിയതായിരുന്നു മജീദ് ഖാൻ്റെ യാത്ര. ജീവിതത്തിൻ്റെ വിവിധ മേഖലയിലും ജോലി ചെയ്ത അതുല്യ പ്രതിഭയാണ്. ജീവിത പ്രാരാബ്ധത്തിനു ശേഷം അദ്ദേഹം ഓരോ യാത്രയും ആനന്ദകരമാക്കി. അദ്ദേഹത്തിൻ്റെ ഒപ്പം സഹധർമ്മിണി കൂട്ടിനുണ്ട്. കൂളിംഗ് ഗ്ലാസ് ധരിച്ച ബ്യൂട്ടിഫുൾ ഫോട്ടോസുമായി പുസ്തകത്തിലുടനീളം കാണാം. 26 അധ്യായങ്ങളിലായി പ്രതിപാദിച്ചിട്ടുണ്ട്. എത്ര നല്ല അനുഭവങ്ങൾ, എത്ര നല്ല കാഴ്ചകൾ. ഒരു വിരക്തിയും തോന്നാത്ത അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നൊരു ഫീൽ. യാത്രയിൽ കാഴ്ചകൾക്കപ്പുറം നമ്മൾ ഓർക്കുക ചില വ്യക്തികൾ, ഭക്ഷണശാലകൾ, ചില ഇൻസിഡൻസ്, അനുഭവങ്ങളൊക്കെയാണ്. അതൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് സ്വപ്ന വഴികളിലെ രത്നപാതുകങ്ങൾ. യാത്രാപഥത്തിൽ നിങ്ങൾ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഭ്രമണപഥം പോലെ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ അറിയുക എന്ന അർത്ഥം കൂടിയുണ്ട്. ഉത്തുലുബില്ലിൽമ വലോബിസീൻ. ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് നേടുക. അതൊരു വിദൂരതയെ സൂചിപ്പിക്കുന്നു. ഇന്ന് വിജ്ഞാനം കയ്യെത്തും ദൂരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. യാത്ര ചെയ്യാത്തവന് ആനന്ദമില്ല തുടങ്ങിയ മൂല്യവത്തായ പ്രയോഗങ്ങൾ എല്ലാ മതത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് യാത്രാപഥത്തിൽ തോന്നിയിട്ടുള്ളത് ഉമ്മയും മകനും ആകാശത്തുള്ള പൂർണ്ണചന്ദ്രനോടൊപ്പം യാത്ര ചെയ്യുന്ന നിഷ്കളങ്കമായ കുട്ടിയുടെ ചോദ്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അതാണ് ഉമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധം. അതിൽ പ്രാർത്ഥനയുണ്ട്, തലോടലുണ്ട്, കാരുണ്യമുണ്ട്. എല്ലാം ഉമ്മയിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്നു. അതാണല്ലോ മാതാവിൻ്റെ കാലിനടിയിലാണ് സ്വർഗമെന്ന് പറയുന്നത്. നമ്മുടെ ഓരോ യാത്രയും പുതിയ അറിവുകളാണ് സമ്മാനിക്കുന്നത്. ചെറിയ സ്ഥലമാണ് സഞ്ചരിക്കുന്നതെങ്കിലും പിന്നാമ്പുറത്തിൽ വലിയ സ്റ്റോറി ഉണ്ടാവും. കുട്ടിക്കാലം കഴിഞ്ഞ് ഇതുവരെ പോയിട്ടില്ലാത്ത ഫ്രാൻസ്, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ലക്സംബർഗ്, സ്ലോവേനിയ, വത്തിക്കാൻ തുടങ്ങിയ നാടുകളിലേക്ക് സ്വന്തം സഹചാരിയുമൊത്തുള്ള യാത്ര. അതാണല്ലോ പ്രമുഖ സഞ്ചാരികൾ എന്ന 2ാം അധ്യായം. വായനാപ്രിയനായ അദ്ദേഹം ആദ്യം പരിചയപ്പെടുത്തുന്നത് SK പൊറ്റക്കാടിനെയാണ്. യാത്രയിൽ അനുഭവിക്കേണ്ടി വന്ന പഴയ കഷ്ടപ്പാടുകളെക്കുറിച്ചും ഇത്രയും മനോഹരമായി പറയുന്ന സാഹിത്യകാരൻ വേറെയില്ലെന്നാണ് മജീദ് കെയുടെ നിഗമനം. യാത്ര എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സന്തോഷ് കുളങ്ങരയും സഞ്ചാരിയുമായ ഇബ്നു ബത്തൂത്തയും മറ്റൊരാൾ ഇന്ത്യൻ സഞ്ചാരിയായ മാർക്കോ പോളോയാണ്. പിന്നെ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതും. യാത്രയെ പ്രണയിക്കുന്ന മജീദ് ക തൻ്റേതായ ഇടം കണ്ടെത്തുകയാണ്. ഫ്രാൻസ് എന്ന പറുദീസയിൽ കടക്കുമ്പോൾ ഈഫൺ ടവറാണ് മുഖ്യ ആകർഷണം. ലോക അത്ഭുതങ്ങളിൽ ഒന്നായ ഈഫൺ ടവറിൻ്റെ നെറുകയിലേക്ക് കണ്ണയച്ചു നിൽക്കുമ്പോൾ ചെറുപ്പത്തിലെ സ്വപ്നങ്ങൾക്ക് ചിറകി വിരിക്കുന്ന സ്വപ്ന യാഥാർത്ഥ്യത്തിൻ്റെ സായുജ്യത്തിലാണ് ഞാൻ. ഫ്രാൻസിൻ്റെയും ഇംഗ്ലണ്ടിനെയും വേർതിരിക്കുന്ന ഇംഗ്ലീഷ് ചാനലിലേക്ക് നിപതിക്കുന്ന സീൻ നദിയുടെ 233 മൈൽ അകലെയാണ് പാരീസ് എന്ന മഹാനഗരം. പ്രകാശത്തിൻ്റെ നഗരം, ഫാഷൻ്റെ നഗരം, പ്രണയത്തിൻ്റെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന വിസ്മയിക്കപ്പെടുന്ന നാട്. കേരളത്തിൽ നിന്ന് തന്നെയുള്ള സിജിൽ എന്ന ടൂർ ക്യാപ്റ്റൻ്റെ കൂടെയാണ് സഞ്ചാരം. പോണ്ടിച്ചേരിക്കാരനാണ്. ഭാഷയിൽ പ്രാവീണ്യമുള്ള പ്രഗത്ഭനായ ഗൈഡാണ്. മാഹി ഉൾപ്പെടുന്ന പോണ്ടിച്ചേരി ഒരു കാലത്ത് ഫ്രഞ്ച് അധീനതയിലായതിനാൽ തമിഴരും മലയാളികളുമായ ഒട്ടേറെ കുടുംബങ്ങൾക്ക് ഫ്രാൻസിലേക്ക് കുടിയേറാൻ സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. M. മുകുന്ദൻ്റെ മഴയപ്പുഴയുടെ തീരങ്ങളിൽ ഈ ചരിത്ര പശ്ചാത്തലം സവിസ്തരം വിവരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ നാടിനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. ഞാനും എൻ്റെ മകളും ജനിച്ചത് മാഹി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. ഫ്രഞ്ച് അധിനിവേശത്തിൻ്റെ ഭാഗമായി അവിടെ ഇപ്പോഴും നിലനിൽക്കുന്ന ലബർദാനി കോളേജും ഇപ്പോൾ മഹാത്മാഗാന്ധി കോളേജാണ്. എക്കോൾ സെൻട്രാലെ എറ്റ്കോസ് കോമിറേറ്റ്സ് മാഹി, ഫ്രഞ്ച് സ്കൂളും മൂപ്പൻസ് ബംഗ്ലാവും, പിന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന ക്രിസ്ത്യൻ ചർച്ചും, കേരളത്തെ ബന്ധിക്കുന്ന മാഹി പാലവും
ഫ്രഞ്ച് അധീനതയിൽ വന്നതുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. യാത്ര തുടരുന്നു. 1806 ഫ്രഞ്ച് സൈന്യത്തിൻ്റെ വിജയം ആഘോഷിക്കാനായി ഫ്രഞ്ച് ചക്രവർത്തി നെപ്പോളിയൻ ബോണോപാർട്ട് തുടങ്ങിവെക്കുകയും അസുഖം വന്ന് മരണപ്പെട്ടതിനു ശേഷം 1836 കിങ് ലൂയി ഫിലിപ്പിൻ്റെ കാലത്ത് പൂർത്തിയാക്കുകയും ചെയ്ത ആർക്ക് ഡെ ട്രിയോംഫാണ് ഞങ്ങൾ ഫ്രാൻസിൽ ആദ്യം സന്ദർശിക്കാൻ പോയത്. അടുത്തത് വിശ്വപ്രസിദ്ധമായ ലുവോറെ മ്യൂസിയത്തിലാണ് യാത്ര. ദിനംപ്രതി ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശനം നടത്തുന്നു. മറ്റൊരു സ്മാരകം അഫ്രോഡൈറ്റ് പ്രതിമയും. നഗര കാഴ്ചകളിൽ തിളങ്ങി നിൽക്കുന്നത് മാപ്പിൾ സ്ട്രീറ്റ്സാണ്. വഴിയോരങ്ങളിൽ നിറങ്ങൾ മാറി മറയുന്നത് കൗതുക കാഴ്ചകളാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ മരണമടഞ്ഞവരുടെ സ്മാരകങ്ങൾ കാണാം. ഇനിയുള്ള തലമുറയ്ക്ക് ഇപ്പോഴത്തെ വാർ ഇതുപോലെ പാഠ്യപദ്ധതിയാവും. ഇവിടെ സ്വാതന്ത്ര്യദിന പരേഡ് നടക്കുന്ന സ്ഥലമാണ്. അതിഥിയായി നരേന്ദ്രമോദിനെ വരെ ക്ഷണിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഈഫൽ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. മനുഷ്യനിർമ്മിതിയായി അറിയപ്പെടുന്ന ഈ ടവറിന് 3 നിലകളുണ്ട്. ഒരു നദിയെ ബന്ധിക്കുന്നത് 37 പാലങ്ങളിലൂടെ. ഇതിൻ്റെ ചുറ്റളവ് വിവരിക്കുന്നുണ്ട്. ഡയാന രാജകുമാരിയുടെ മരണം ഈ പാലത്തിലാണ്. അതുകൊണ്ട് പ്ലേസ് ഡയാന എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. അവസാനമായി ലോകം എന്ന തറവാട് എന്ന അദ്ദേഹത്തിലൂടെ തൻ്റെ യാത്രയിലൂടെ ലോകത്തെ തിരിച്ചറിഞ്ഞ മനുഷ്യൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുന്ന ഞങ്ങളുടെ മജീദ് കാക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സമ്പത്തും ആരോഗ്യവും ഉണ്ടെങ്കിൽ എവിടെയും യാത്ര പോകാൻ റെഡിയായിക്കോ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.